ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും ഉഴുന്നും പച്ചരിയും കൂടിയുള്ള ഒരു ദോശയാണ്. അതിന് കണ്ടൻസ് ഉണ്ടല്ലോ ഇത്രയാണ്. ഇന്നലെ മാവ് കലക്കി വെച്ച് ഇന്ന് നമ്മൾ ഒഴിക്കും. പുതിയ പ്രിഫാനാട്ടോ 2 ദിവസമായി കിട്ടിയിട്ട്. ഞാൻ കടയിൽ പോയി വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ സമയമില്ല മാവിനുള്ള. അപ്പോൾ സെൻറ്ററിൽ പോയി വാങ്ങിച്ചതാണ്. സംഭവം അടിപൊളി. ഇവിടുത്തെ ദോശ ചട്ടിയൊക്കെ കേടയിക്കണം. അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ദോശക്കൊക്കെ പോയി. ദോശ വാങ്ങുന്നു. ആ ദോശയുടെ ഇവിടെ ഇഷ്ടം. ഇവിടെ രണ്ടാമത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ കട്ടുന്ന പോലെ ഒരു ആൾക്കാരൊക്കെ ചെയ്യുള്ളൂ. വിട്ടുവിട്ടാൽ മതിയുള്ളൂ കേട്ടോ. കുറച്ച് ചേർന്ന് കരിയുണ്ടാച്ചിട്ട് പിന്നെ ഇതിക്കുള്ളത് ഉണ്ടോ. സംഭവം അടിപൊളി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഈ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഇങ്ങനെ കൊട്ടിങ്ങൊക്കെ വരില്ലേ, ഇങ്ങനെ മൊത്തം വേനൽക്കാട്ടി ഭംഗി. അത് നമുക്ക് ഒരു ഭംഗി ഒന്നുണ്ട്. ഞാൻ ഇന്നലെ ചാനലിട്ടില്ലേ, അത് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ആയി വരുന്നുള്ളൂ. ഇന്നലെ ചാനലിട്ടില്ല. ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞു തരാം. തൈര് ഉച്ചക്ക്, പിന്നെ സാമ്പാർ പൊതിക്കാൻ പറ്റണില്ല. ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ. പിന്നെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു, മുരിങ്ങയില, പേരിട്ടില്ല, പറയാൻ പറ്റില്ല. ചക്കക്കുരു ചെമ്മീനും. അതെ, ഇന്ന് അതല്ല, ഇന്ന് ഇനി പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്ന് കിട്ടുമെന്നൊരു പേടിക്കുണ്ടായിരുന്നു. കഴുകണം. നമ്മൾ ഈ മേലൊക്കെ വരുന്ന സംഭവമില്ലേ, ഇപ്പോഴും വരുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഇത് കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ അരങ്ങോട്ട് കൊടുത്തിട്ട് ഇത് ഇതിനുള്ള ചമ്മന്തിക്ക് ഇവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന് തീ കിട്ടുകൊണ്ടിരിക്കുള്ളൂ. അതാണ് പ്രശ്നം. പിന്നെ പറയില്ല, ഇന്നലെ ചെമ്മീനും ചാളയായിരുന്നു. അപ്പോൾ ഇന്ന് ചാള കുറച്ച് കാര്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചാള ഇന്ന് പൊരിക്കും. കണ്ട കിട്ടിയതല്ല ഇപ്പോഴത്തെ അതാണ് സംഭവം നല്ല സോഫ്റ്റ് തോന്നില്ല. ഞാൻ കണ്ട ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കത് കഴിക്കാം. അതിന് ഉപ്പാനും കൂടി ഇതിൽ കാണിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മളെന്ത് യൂട്യൂബ് ചാനലാണ് അങ്ങനെ എടുക്കണമെന്നും ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പാനതിൽ കാണിക്കണില്ല. ഉപ്പാക്കുന്ന ഭക്ഷണമൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഭക്ഷണം വെക്കണമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഉപ്പാനെ കാണിക്കില്ല, അത് ഇഷ്ടപ്പെടില്ല. ഞാനെന്തിനെ പെട്ടി നല്ല കമ്പനി കേട്ടോ. ഇതൊരു ആപ്പുണ്ട്. ആപ്പിൻ്റെ പേരിട്ടുണ്ട്. പുതിയൊരു ആപ്പാണ്. ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടതോ. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിലിടാം. നല്ല റേറ്റിൻ്റെ 295 ആയാലും നമുക്ക് സംഭവം അടിപൊളിയായിട്ടാവും. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഇത്തവണ ദോശ ഉണ്ടാക്കി. പക്ഷെ അന്ന് സത്യം പറയാം, അന്ന് ദോശ ഉണ്ടാക്കിയിട്ട് എനിക്ക് പണി കിട്ടി. ഞാൻ മാവൊക്കെ കലക്കി. ഇതിപ്പോൾ 2 ദിവസത്തിലാട്ടോ ഈ മാവ് ഉണ്ടെങ്കിൽ വിചാരിക്കുന്നത് എന്താ 2 പേരുള്ളൂന്നല്ലേ യൂട്യൂബിൽ പറഞ്ഞു. ചെറിയ ഉണ്ണി, പിന്നെ ഇവിടുത്തെ ഉപ്പ. ഇത് പെട്ടെന്ന് ഒഴുകി വരുമല്ലോ. ഈ സൈഡൊക്കെ ഉണ്ടോ, ഈ സൈഡൊക്കെ നമുക്ക് പെട്ടെന്ന് ഒഴുകും. അപ്പോൾ അത്
അന്ന് ഞങ്ങളുടെ ഇക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഊരി. എന്നിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് പോയിട്ട്. ഞാൻ വരുന്നതിന് മുന്നേ ഇക്ക അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ. മിക്സി അങ്ങനെ വീട്ടിലുള്ള എല്ലാ സാധനവും ഇക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഞങ്ങൾക്ക് റിസ്ക് വരെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇക്കടെ എല്ലാം കരുതി ഇൻഷാ അല്ലാഹ് ഇനി പോകണം. മോളായി പോയിട്ടില്ല, മോളായിട്ട് പോകണം. അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പാസ്പോർട്ടും കാര്യം. പിന്നെ അതിനെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ പറയുന്നത് കേൾക്കും. ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടേ, അപ്പം ഒന്ന് പറയാം. പിന്നെ ഇന്ന് കുറച്ച് നടറായി, ഇന്ന് ലേറ്റായിട്ടോ. എന്നും 9 മണിയാകുമ്പോൾ ഭക്ഷണം കൊടുക്കലുണ്ട്. ഇന്നത്തെ ലേറ്റായിപ്പോയി. ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി. ഇന്ന് നേരത്തെ കൊടുക്കണതാ. 9 മണിയാകുമ്പോഴത്തേനും ഇപ്പോൾ കഴിക്കും. പിന്നെ ഇവിടെ ഉണ്ടാവില്ല, 10 മണിയാകും വരാൻ. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇഷ്ടമുള്ളതാണ്. കുറേ ഞാനിങ്ങനെ കഴിക്കും. എൻ്റെ മോള് അങ്ങനെ തേങ്ങയും പഞ്ചാരൊക്കെ ഇട്ടിട്ട് ചെറുപയർ പോലെ ആക്കൂലേ, അപ്പോൾ അതിലും നല്ലത് മധുരം നല്ല നമുക്ക് ഇങ്ങനെ ഉഴുന്ന പോലെ ചെയ്യണമല്ലേ. അപ്പം അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ, ഉണ്ടാക്കണം മാത്രം ഉൾപ്പെടുത്തണുള്ളൂ. ഇനി ബാക്കിയുള്ള ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, സാമ്പാർ